നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പത്മാവതി, ഈ വീട്ടിൽ നിന്നും പോകുമ്പോൾ ആഭരണങ്ങൾ കൊണ്ടുപോകാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇത്രയും കാലം ഞാനിത് സൂക്ഷിച്ചു കൊണ്ടുവന്നത് നിന്നിലൂടെ ഇതെനിക്ക് സ്വന്തമാക്കാനാ ദീപകെ. അമ്മ ആഗ്രഹിച്ചതെല്ലാം നടക്കാൻ പോവാ. ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോടികൾ, അതിരില്ലാത്ത ഭൂസ്വത്ത്, സ്വർണം, അങ്ങനെ എല്ലാം സർവവും ഇനി നമുക്ക് സ്വന്തം. പതിയെ എല്ലാ അധികാരങ്ങളും ഋതിക എന്ന കരുവിനെ മുന്നോട്ട് നീക്കി നമുക്ക് സ്വന്തമാക്കണം. സർവ അധികാരം അത് ഉള്ളം കൈയിലേക്ക് വരുന്നതിന്റെ ഒരു ലഹരി അതിനേക്കാൾ വലുതായി ഈ ലോകത്ത് വേറെ എന്തുണ്ട് മോനെ? ഇതെന്റെ ഒരു ഗിഫ്റ്റ്. മോളെ ഋതികെ, ഒന്നിങ്ങോട്ട് വന്നേ. ദീപകെ, ഋതുമോളുടെ അടുത്തേക്ക് നിൽക്കേ. രണ്ടുപേരും തൊഴുതു നിന്നോളൂ. നാളെ ഋതുമോള് ധരിക്കാനുള്ള ആഭരണങ്ങളാ. എന്താ രാജു? വീട്ടില് ചില വിശേഷങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാ. എന്താ അത്? ഇളയ പെങ്ങളുടെ വിവാഹം നാളത്തേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. അതെന്താ രാജു? ഇവിടെ ഒരു വിവാഹം നടക്കുകയല്ലേ, അതിനിടയിലാണോ? ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആലോചനയാ. ഓ, ചെറുക്കന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഉറപ്പിച്ചു. അവര് തന്നെ തീയതി നിശ്ചയിച്ചു. നടക്കട്ടെ, ഒരു ശുഭകാര്യമല്ലേ. അപ്പോ നാളെ ഇവിടുത്തെ കല്യാണത്തിന് താനുണ്ടാവില്ല. അതെ സർ. ശരി, ആയിക്കോട്ടെ. മോനെ ദീപകെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.